നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റൂ. എന്നാ വായിക്കണോ? കേക്കട്ടെ. കഴിഞ്ഞ 2-3 ആഴ്ചക്കിടയിൽ 4 രാധമാരാണ് കൈമളിന്റെ അടുത്ത് സ്വർണം പണയം വെക്കാൻ ചെന്നത്. അതില് ആദ്യത്തെ ആള് കുറുവാക്കുന്നിൽ രാധമാരാജൻ, വയസ്സ് 45. ചെറിയൊരു മുട്ടുക്കമ്മലും പൊട്ടിപ്പോയൊരു അരഞ്ഞാണമാണ് പണയം വെച്ചേക്കണത്. അരഞ്ഞാണോ? അതെ സാർ, സംഗതി മുക്കാപ്പന് വരൂ. ബാക്കി ചരടിക്കെട്ടി ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് വെച്ചേക്കാണ്. പിന്നെ എന്റെ ഒരു ഊഹമാണ് ഞാൻ പറയണത്. 45 വയസ്സുള്ള രാധയുടെ കാര്യം ആർക്ക് കേൾക്കണം? ബാക്കി വായിക്കുതാൻ. രണ്ടാമത്തെ ആള് ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്, 70 വയസ്സ്. മൂന്നാമത്തെ രാധ ഇൻഷുറൻസ് ഏജന്റാണ്, അതും വയസ്സ് 45. ഒന്ന് നിർത്തോ? നിർത്തി സാർ. 4-മത്തെ രാധ കഴിഞ്ഞ ആഴ്ച വണ്ടി ഇടിച്ച് മരിച്ച രാധമ്മ പൗലോസാണ്. അത് ഈ പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു 43 വയസ്സ് കാണും. ഇന്റർ കാസ്റ്റ് മാരേജാണ്. എന്തോടോ മനുഷ്യനെ വിഡ്ഢിയാക്കണം. എവിടെയോ കിടക്കുന്നവര് അരഞ്ഞാണം പണയം വെച്ച കഥ കേൾക്കാൻ ഇരിക്കുന്നവനാണോ ഞാൻ? വീട് വീട് വെക്കാം, അവൻ ചത്തുപോകും. നീ എന്തായി കാണിച്ചത്? അല്ല, ഇവൻ എന്താ വിചാരിച്ചത്? സാറല്ലേ പറഞ്ഞത് ആ രാമകൃഷ്ണ മണ്ണെടുത്ത് സ്വർണ്ണം പണയം വെച്ച എല്ലാ രാധാമാരെ കുറിച്ചും അന്വേഷിക്കാൻ. ഞാനല്ലേ ഇതിലെവിടെയാടാ എന്റെ രാധ? 40-50 വയസ്സുണ്ടോ അവൾക്ക്? അയ്യോ, ആ രാധ അങ്ങനെ രാധ അവിടെ ഇല്ല. ഞാൻ വിചാരിച്ച മറ്റെന്തെങ്കിലും കാര്യത്തിൽ ലിസ്റ്റ് എടുത്തായിരിക്കുമെന്ന്. മിണ്ടരുത്, മരപ്പൊട്ടൻ. മണിച്ചനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മേഘ. രാധ സ്വന്തം പേരില് സ്വർണം പണയം വയ്ക്കില്ല എന്ന് ഉറപ്പാ. അവൾക്ക് വേറെ പേര് കാണുമെന്ന് ഉറപ്പാ. എന്തായാലും നിനക്ക് വലിയ കഷ്ടകാലോ മേഘ. അതല്ലേ നീ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ അബദ്ധത്തിൽ ചെന്ന് കലാശിക്കുന്നത്. അല്ലെങ്കിൽ 3 മാസത്തിനകം നിന്റെ താലികെട്ട് നടക്കുമെന്ന് ജ്യോത്സ്യം പറഞ്ഞതല്ലേ? ഇതുവരെ ശരിയായില്ലല്ലോ. ഒന്നും ശരിയാവില്ല, എല്ലാം തട്ടിപ്പ്, വെറും തട്ടിപ്പ്. അങ്ങനല്ല, മറ്റെന്തോ കുഴപ്പം വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ തന്നെ വിളിച്ച് ഒന്ന് പ്രശ്നം വയ്പ്പിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്ക് എന്റെ രാധയെ മാത്രം കിട്ടണം. എന്താ, നടക്കോ? നമുക്ക് നോക്കാം. ആദ്യം ജ്യോത്സ്യനെ വിളിക്കാൻ നീ ഒന്ന് സമ്മതിച്ചാ മതി. സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, രാധ എന്റെ കൈവെള്ളയിൽ കിട്ടണം. അത് കിട്ടിയേ പറ്റൂ. കിട്ടും, കിട്ടിയിരിക്കും, ഉറപ്പാ. നിനക്ക് എന്നെ വിശ്വസിക്കാം. എനിക്കും കഷ്ടകാരമാണെന്ന് തോന്നുന്നു. ഞാൻ തന്നെ രാധയെ തീർച്ചയായും കണ്ടുപിടിക്കും മേഘനാഥ. അത് പക്ഷേ നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മാത്രം. എന്നിട്ട് വേണം എനിക്ക് അവളുടെ ശവദാഹം നടത്താൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.